നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിഹാരങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു പോകാം. ശനിദശയിലാണ് അനിഴം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ജന്മം. ഇവർ ചുമതലാ ബോധമുള്ളവരാണ്. പ്രവർത്തികളിൽ അസുരവേഗവും ആവേശവും ഒക്കെ ഇവരുടെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. അതേസമയം മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ ശത്രുതയും ഇവർ സമ്പാദിക്കാം. ഇവർക്ക് ചുറ്റും നല്ലൊരു സൗഹൃദ വലയം ഉണ്ടാവുമെങ്കിലും മനസ്സിനിഷ്ടപ്പെട്ടവരോട് മാത്രമേ ഇവർ കൂടുതൽ അടുപ്പം കാണിക്കുകയുള്ളൂ. എല്ലാം എനിക്കറിയാം എന്ന മട്ടിലുള്ള ഗർവവും സ്വാർത്ഥതയും ഒക്കെ തോന്നും വിധത്തിലുള്ള പെരുമാറ്റം ഇവരുടേതായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒളിമറകൾ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അനിഴ നക്ഷത്രക്കാരികൾ ചിലപ്പോൾ അനാവശ്യ കാര്യങ്ങളെ ചൊല്ലി പിടിവാശിയും വാഗ്വാദവും ഒക്കെ നടത്തിയെന്നും വരാം. വിട്ടുവീഴ്ച ശീലമാണ് ജീവിതം ഭദ്രമാക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ പഠിക്കേണ്ടതാണ്. കുടുംബത്തിലുള്ള കാരണവന്മാരെ ബഹുമാനിക്കുന്ന ശീലം അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ജന്മനാ തന്നെ ഉണ്ടാകും. എന്നിരുന്നാലും ഏത് കാര്യത്തിലും ഞാൻ കർക്കശക്കാരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ദേഷ്യപ്പെടുന്ന ശീലവും ഇവർ പ്രകടിപ്പിച്ചേക്കാം. എന്നാൽ ഇവർ ഈ ശീലം മാറ്റിയെടുക്കേണ്ടതാണ്. അധ്വാനത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ മാത്രമേ അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കൂ. അതുകൊണ്ട് തന്നെ അലസതയും അനാവശ്യമായിട്ടുള്ള വിശ്രമവും ഒഴിവാക്കുക. വലിയ തുകകൾക്കുള്ള വസ്തുക്കളോ മറ്റു സ്വത്തുക്കളോ ഒക്കെ വാങ്ങുമ്പോൾ ഭർത്താവുമായി കൂടിയാലോചിക്കുക. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിൽ ശ്രദ്ധാലുക്കളാണ് അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ. തല്ലും തല്ലോടലും മക്കൾക്ക് തുല്യമായി വീതിച്ചു കൊടുക്കാൻ ഇവർ ശ്രദ്ധ കാണിക്കുന്നതുമാണ്. മക്കൾ പഠനത്തിനോ തൊഴിലിനോ ആയി വിദേശ രാജ്യങ്ങളിലേക്കോ പുറത്തേക്കോ ഒക്കെ പോകേണ്ട സാഹചര്യം വരുമ്പോൾ അവരെ അനുഗ്രഹിച്ചയക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ ഭദ്രത കൈവരുന്നതിന് സഹായിക്കും. എപ്പോഴും അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ഭാവനാ ലോകത്ത് മുഴുകിയിരിക്കാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ക്ഷുഭിതയാകുന്ന സ്വഭാവം ഇവർ മാറ്റിയെടുക്കേണ്ടതാണ്. ധ്യാനവും യോഗയും പരിശീലിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും എത്ര വിശ്വസ്തരായാലും അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നതും ജാമ്യം നിൽക്കുന്നതും വളരെ സൂക്ഷിച്ചു വേണം. ഏത് കാര്യവും പലവട്ടം ആലോചിച്ച് തീരുമാനിക്കുന്നതാണ് നല്ലത്. ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്താൻ ഇവർക്ക് ജന്മനാ തന്നെ അറിയാം എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ അമിതമായിട്ടുള്ള അത്തരം ശ്രദ്ധ ദോഷങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. കുടുംബത്തിലുള്ളവരുമായി മനസ്സ് തുറന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ആരോഗ്യത്തിന് ഉത്തമമാണ്. നട്ടെല്ല്, രക്തദൂഷ്യം, പാരമ്പര്യ രോഗങ്ങൾ, മലബന്ധം എന്നിവയാണ് സാധാരണയായി അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് പിടിപെടുന്ന രോഗങ്ങൾ. ഈ രോഗങ്ങൾക്ക് ആരംഭദശയിൽ തന്നെ ചികിത്സ തേടിയാൽ രോഗങ്ങൾക്ക് പൂർണ്ണ ശമനം ഉണ്ടാകുന്നതാണ്. അശ്രദ്ധരാകുന്ന പക്ഷം അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. വഴുക്കലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം യാത്ര ചെയ്യുക. കാല് തെറ്റി വീഴുക, എല്ലൊടിയുക, ഇതിനൊക്കെ സാധ്യതയുണ്ടാകാം. അതുകൊണ്ട് യാത്രകളിൽ പൊതുവെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കരുതലെടുക്കുക. യാത്രകൾ പൊതുവെ അനിഴ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ ക്ഷീണിതരാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അനാവശ്യ യാത്രകൾ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ആവശ്യത്തിന് ചെയ്യുന്ന യാത്രകളും ഇവർ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. അത് ചിലപ്പോഴൊക്കെ സൽഫലങ്ങളെ ഇവർക്ക് നഷ്ടപ്പെടുത്തി കൊടുക്കാറുമുണ്ട്.
തീർത്ഥയാത്രകളൊക്കെ മനസ്സിന് സന്തോഷം പകരുന്നവയാണ്. ജാതകപ്രകാരം വ്യാഴത്തിന്റെയും ചൊവ്വയുടെയും ദശാകാലങ്ങളിൽ ആരോഗ്യം, യാത്രകൾ, ഓഫീസ് ജോലികൾ എന്നിങ്ങനെ എല്ലാ പ്രവൃത്തികളിലും അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. വർഷത്തിലൊരിക്കൽ ശനീശ്വര പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. കൂടാതെ അയ്യപ്പനെ നിത്യം പ്രാർത്ഥിക്കുക. ഓം മഹാദേവ്യൈ ച വിദ്മഹേ വിഷ്ണു പത്ന്യൈ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന മഹാലക്ഷ്മിയുടെ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും നൽകാൻ ഇത് സഹായിക്കും. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.